തിരികെ വാർത്തകളിലേക്ക്. കണ്ണൂർ ചെങ്ങളായി എടക്കളം തട്ടിൽ പുലിയിറങ്ങി. പുലിയുടെ സാന്നിധ്യം വനം വകുപ്പ് സ്ഥിരീകരിച്ചു. പുലിയെ പിടികൂടാനായി പ്രദേശത്ത് കൂട് സ്ഥാപിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, എപ്പോഴാണ് പുലിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത്? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ശ്രീനിത, ഇന്ന് പുലർച്ചെയാണ് അവിടെ പുലി കണ്ടതായുള്ള സംശയം നാട്ടുകാർ പ്രകടിപ്പിച്ചത്. ആദ്യം ഈ പുലിയെ കണ്ടതായി പറഞ്ഞത് അവിടെ ഈ ചെങ്ങളായി എടക്കുളം എന്ന് പറയുന്നത് ചെങ്കൽ ക്വാറികളുള്ള മേഖലയാണ്. അവിടേക്ക് പോകുകയായിരുന്നു ഒരു ലോറി ഡ്രൈവറാണ് പുലർച്ചെ ഈ പുലിയെ കണ്ടതായി പറഞ്ഞത്. 2 തവണ ആ ലോറി കൊണ്ട് അങ്ങോട്ട് പോകുമ്പോഴും തിരികെ വരുമ്പോഴും ആ പുലിയുടെ സാന്നിധ്യം അവിടെ കണ്ടതായി അറിയിക്കുകയായിരുന്നു. അതിനുശേഷം പിന്നീട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി. അവിടെ പുലിയുടെ കാൽപ്പാടുകൾ കാണുകയും അത് പുലിയുടേത് തന്നെയാണ് എന്നുള്ളത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്ന് ഇപ്പോൾ ഈ പ്രദേശത്ത് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വനം വകുപ്പ് രാത്രി ഡ്രോൺ പരിശോധനയും നടത്തുന്നുണ്ട്. ഇത് ജനവാസ മേഖലയാണ്, അവിടെ വലിയ വനമേഖലയല്ല, ജനവാസ മേഖലയാണ്. എന്നാൽ ചില സ്ഥലങ്ങളിൽ കുറ്റിക്കാട് ഉൾപ്പെടെയുള്ള നിറഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളുണ്ട്. ചെങ്കൽ മേഖലയാണത്. ചെങ്ങളായി പഞ്ചായത്തിലാണ് ഈ എടക്കുളം തട്ട് എന്ന് പറയുന്ന സ്ഥലം ഉള്ളത്. ഏതായാലും ഇപ്പോൾ വനം വകുപ്പ് ഈ പുലിയെ പിടികൂടുന്നതിനായി കൂട് സ്ഥാപിക്കുകയും അതോടൊപ്പം തന്നെ നിരീക്ഷണം ശക്തമാകുകയും ചെയ്തിട്ടുണ്ട്. ശരി സന്തോഷ്. കണ്ണൂർ ചെങ്ങളായി എടക്കളം തട്ടിൽ പുലി ഇറങ്ങി. പുലിയുടെ സാന്നിധ്യം വനംവകുപ്പ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പുലിയെ പിടികൂടാനായി പ്രദേശത്ത് കൂട് സ്ഥാപിച്ചിരിക്കുകയും ചെയ്യുന്നു. സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.